Hi friends, welcome back to my YouTube channel Unboxing by Sharan. അപ്പം ഇന്നത്തെ വീഡിയോയിലും നമ്മൾ പാക്കേജ് കണ്ടപ്പോഴേ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുക എവിടെ നിന്നുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഈ ഒരു സൈറ്റിൻ്റെ നമ്മൾ പ്രോഡക്റ്റ് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ഈ സൈറ്റിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ആഴ്ചയിൽ നമ്മൾ മീഷോ എന്നുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു പ്രോഡക്റ്റിൻ്റേത് അതിൻ്റെ ഉള്ളത് കുറച്ച് പഴയതായി, കുറച്ച് അഴുക്കായി, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇതൊരു പ്ലാസ്റ്റിക് പാക്കേജിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ലാഗില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ്, നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഫോട്ടോസ്, എൻ്റെ കൈ കെട്ടി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. 2 പ്രോഡക്റ്റായിട്ടാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാണ് എന്താ പ്രോഡക്റ്റ് ഒന്നും. വേറെ പ്രത്യേകിച്ച് കവറിനകത്തൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന സാധനമാണ്, വെളിയിൽ പോയതാണ്. ബബിൾ റാപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം മനസ്സിലായിരിക്കും എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. അപ്പം തൽക്കാലത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇതൊരു ബബിൾ റാപ്പിൽ തന്നെയാണ്, വലിയ ക്വാളിറ്റിയിലൊന്നും അല്ലെങ്കിലും പേരിനൊരു ബബിൾ റാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കട്ടറാണ്. നമ്മുടെ അൺബോക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ നൈഫിൻ്റെ കുറേ പോയി, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഇതിൻ്റെ ആണെങ്കിൽ ബ്ലേഡ്, കുഞ്ഞിൻ്റെ ബ്ലേഡ് കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എക്സ്ട്രാ ബ്ലേഡ് ഉള്ളത് തന്നെയാണ് വാങ്ങിയത്. പത്ത് ബ്ലേഡ് ഉണ്ട് ഇതിൻ്റെ അത്. ഇതിപ്പം സേഫായിട്ട് വെക്കാനായിട്ടൊരു കേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലോറി കട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലാവുമ്പോൾ നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. വന്നേക്കുന്ന പാക്കേജൊക്കെ ബബിൾ റാപ്പൊരു പേരിനുള്ള എല്ലാം വന്നേക്കുന്ന എല്ലാം ചളങ്ങിയൊക്കെയാണ്. അപ്പം ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, മുന്നോട്ട് തള്ളണം അല്ല എങ്ങനെ ഇടേണ്ടതെന്നുള്ളത്, കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാനുള്ളത്, അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിള്ളേരിന് യൂസ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ റീസൈക്കിൾ ബിന്നിൻ്റെ കാര്യങ്ങളും, പിന്നെ താഴെ മെയിനായിട്ട് മെയ്ഡ് ഇൻ ചൈന, ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല. പിന്നെ താഴെ കട്ടർന്ന് കൊടുത്തിട്ടുണ്ട്. എൻഡ്യൂർ ബ്ലേഡ്സ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ ബ്ലേഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 18 mm ആണ്. വൈഡ് ബ്ലേഡാണ്, അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്. ഹെവി ഡ്യൂട്ടി കട്ടിങ്, പക്ഷേ ഒരു കൈ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. അപ്പം ഇനി നമ്മുടെ അൺബോക്സിങ് വീഡിയോസിലെല്ലാം അൺബോക്സ് ചെയ്യാനായിട്ട് ഈ ബ്ലേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു വലിയ സൈസ് തോന്നിക്കുന്നുണ്ട്. ബ്ലേഡ് കുഞ്ഞതാണേലും നമുക്ക് പിടിക്കാനായിട്ട് അത്യാവശ്യം വലിപ്പം ഒക്കെ ഉണ്ട്. ഒരു യെല്ലോയും ബ്ലാക്കും കൂടെ കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മെറ്റീരിയൽ ഓക്കെ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. മറ്റേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ പ്ലാസ്റ്റിക്കാണിത്. ഇതിങ്ങനെയാണ് വെക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ലോക്കാക്കി വെച്ചാൽ ലോക്കാക്കാം കേട്ടോ. ഇത് തിരിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ലോക്കാക്കാം. പിന്നെ പുറയിലോട്ട് തിരിച്ചാൽ മാത്രമേ അത് പുറയിലോട്ട് വരത്തുള്ളൂ. അതൊരു നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ വെച്ചിട്ട് ലോക്കാക്കുവാണെങ്കിൽ നല്ല ടൈറ്റാക്കാം. ഫുൾ ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആ പോയിന്റിൽ നിന്ന് മാറത്തില്ല, കട്ടിയായി. അതൊരു നല്ല സംഭവമാണ്. നമ്മളിത് ലോക്ക് അഴിച്ച് പുറയിലോട്ട് വെച്ചാൽ മാത്രമേ ഈസി ആയിട്ട് മൂവ് ആകത്തുള്ളൂ. അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ് അത് ചെയ്തേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഈ ബ്ലേഡിൽ പ്രത്യേകിച്ച് റൈറ്റിങ്സോ അങ്ങനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 6:30 അതുവരെയും താങ്ക് യു.